ഗോപാലകൃഷ്ണ, എന്തൊക്കെയാണ്ടോ ഈ കേൾക്കുന്നത്? എന്തേ? അപ്പൊ ചെണ്ടകൊട്ടിലും പരസ്യപ്പെടുത്തലും ഒന്നും അറിഞ്ഞില്ലേ? കുട്ടിയോ? കുട്ടി നാട്ടിലാകെ നടന്നു കുട്ടി. കൊട്ടട്ടെ, അതിനെന്താ? കേസും ഗുണ്ടാണ്ടിയൊക്കെ ധാരാളം ഉണ്ടാറുണ്ട്. പക്ഷെ ഈ മാതിരി കൊട്ടലും പാടലും ഒക്കെ ആദ്യമായിട്ടാ കാണുന്നത്. ആ, വിവരമുള്ള ഒരു കേസ് നടത്തിയ നാട്ടുകാർക്ക് അങ്ങനെ പുതിയ കലാപരിപാടികൾ കാണാനൊക്കും. എന്റെ അനന്തേട്ടാ, ഇത് സിവിൽ പ്രൊസീജിയർ അനുസരിച്ചുള്ള കേസാണ്. ചെണ്ട കൊട്ടിയോണ്ട് മാത്രം ലേലം നടക്കണമെന്നില്ല. ഇനിയാണ് നമ്മുടെ ഇഞ്ചക്ഷന്റെ വരവ്. ഇഞ്ചക്ഷനാ? ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ കുത്തിവെപ്പല്ല. ഒരു കണക്കിന് കുത്തിവെപ്പല്ല, ടെമ്പററി ഇഞ്ചക്ഷൻ. വയലേഷൻ ഓഫ് ഇഞ്ചക്ഷൻ എന്താ ശിക്ഷ എന്നറിയാം? അറസ്റ്റും ലോക്കപ്പും. വിധിയുടെ മസ്തൻ ഇരുമ്പഴി എണ്ണും. നീ പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. മനസ്സിലാവില്ലല്ലോ, എന്റെ വക്കീലിന് മനസ്സിലായില്ല. തത്തയെ പഠിപ്പിക്കും പോലെ പറഞ്ഞു കൊടുത്താലും എന്റെ വക്കീല് മൈശേറ്റിന് മുമ്പിലെത്തുമ്പോ കവാത്ത് മറക്കും. പിന്നെ ആകെയുള്ളൊരു ഗുണം, കാശ് അത്യാർത്ഥിയില്ല. അല്ല, ഒരു കണക്കിന് എന്നോട് ചോദിക്കാനും പറ്റില്ലെന്ന് എഴുതിക്കോളൂ. ഞാനുമായിട്ടുള്ള സമ്പർക്കം മൂലം ഇഷ്ടൻ സിവിലിലെ ചില ഹിക്മത്തുകളൊക്കെ വശത്താക്കി. അപ്പൊ ലേലം നടക്കില്ലേ ഗോപാലകൃഷ്ണ? ഒരു യുദ്ധമാകുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും ആൾനാശം ഉണ്ടാകുന്ന സാധാരണയാ. പിന്നെ ഇതൊരു ഭംഗിയുള്ള യുദ്ധം, അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ. കാണാം. അങ്ങോട്ട് പോകുന്ന ഞാൻ കണ്ടു. വീട്ടിൽ വിരുന്നുകാരുണ്ട്. നിക്കൂ. ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഉഷ എന്നെ തടയാൻ നോക്കണ്ട. ഞാൻ പോട്ടെ. അല്ല, ടൈപ്പിങ്ങിന്റെ സമയം മാറ്റിയത് എന്നോടെന്താ പറയാറുണ്ട്? കാലത്ത് 1 മണിക്കൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിൽ വെയിറ്റ് ചെയ്തു. ഈശ്വര, ഏട്ടൻ. അവളായിട്ട് നിനക്ക് എന്താ ഇടപാട്? ഒന്നുമില്ല, ഈ ടൈപ്പ് റൈറ്റിന്റെ കുറച്ച് നാളായിട്ട് നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു. മാനം മര്യാദയ്ക്ക് നടക്കുന്ന പിള്ളേരെ നീ ചീത്തയാക്കും. നോക്കി പേടിപ്പിക്കുന്ന എന്റെ പെണ്ണായിട്ട് ഞാൻ പ്രേമത്തെ തമ്മ കേസുണ്ടോ? കേസ് നിന്നെ വിജയനെപ്പോ വന്നു? കുറച്ചേരായി. ഇരിക്കെ. എന്താ വടിയൊക്കെ ആയിട്ട്? വടി അളിയൻ കോടതിയിലായിരിക്കും. അല്ല, ഞാനൊരു അടിയാധാരത്തിന്റെ പകർപ്പെടുക്കാൻ രജിസ്റ്റർ ഓഫീസിൽ പോയിരുന്നു. ഞാനത് അകത്ത് വെച്ചിട്ട് വരാം. ഇവിടെ വരാൻ. നിന്നെ ഇന്ന് ഞാൻ എന്താ ഗോപാലകൃഷ്ണ? അല്ലെ തന്നെ മനുഷ്യനൊരു നിൽക്കക്കളില്ലാതെ നിൽക്കുക. നിന്റെ തുണി കഴിഞ്ഞിരിക്കും. നീ എന്തിനാടി അലവിലായി ചെറുക്കനോട് സംസാരിച്ചുകൊണ്ടെന്ന്? ഞാൻ പാല് വാങ്ങിച്ചിട്ട് വരുമ്പോ ഞാനല്ലേ സംസാരിച്ചത്? ഞാൻ കണ്ടല്ലോ. നേരാണോടി? നിന്റെ തൊള്ളി ഞാൻ വിളിച്ചോളും. ടൈപ്പിൽ ഞാൻ നിർത്തും. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. 2 കല്യാണം നടത്തിയ ഈ വീട് ഈ സ്ഥിതിയിലായത്. നീ ആരും വേണമില്ല അങ്ങ് പ്രേമിച്ചോ, എനിക്കൊരു പരാതിയില്ല. പക്ഷെ കാമുവിന്റെ കൂടെ അങ്ങ് ഒളിച്ചോടി പോകണം. സദ്യ നടത്തി സ്വർണ്ണാഭരണങ്ങളും പണിയിച്ചു കൊടുത്ത് ഇനി ഒരു കല്യാണം ഇപ്പോഴെങ്കിൽ ഈ വീട്ടിൽ നടത്താൻ പറ്റത്തില്ല. മനസ്സിലായോ? പതുക്കെ ഗോപാലകൃഷ്ണ, വിജയം കേക്കണ്ട. ഇടി ഓടിയപ്പുറത്ത്. ഒരുത്തി വന്നപ്പോ തൊട്ട് മുഖം വീർപ്പിച്ചോണ്ടിരിക്കുക. സ്വത്ത് ലേലം ചെയ്യുന്നതിലല്ല അവർക്ക് സങ്കടം. ഭർത്താവിന്റെ വീട്ടില് അലമാര എത്തിക്കാത്തതില്ല. എവിടെയുള്ള? അപ്പുറത്തുണ്ട്. ഇത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു അലമാരയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. നീ ഒട്ടും ബേജാറാകണ്ട. എന്ത് ബുദ്ധിമുട്ട് വന്നാലും അടുത്ത ആഴ്ച അലമാര ഞാൻ വീട്ടിലെത്തിച്ചേക്കാം. ഇരുമ്പലൊക്കെ വിഴിഞ്ഞവൻ ചുക്കവിഷയം കുടിച്ചിട്ട് കാര്യമില്ലെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അച്ഛനങ്ങനെ പലതും പറഞ്ഞു കാണും. നീ ഇപ്പൊ ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? പറമ്പ് ലേലത്തില്, വീട് കേസില്. പോയ മന അലമാര കൊണ്ട് തിരിച്ചു കിട്ടില്ലല്ലോ. ഇനി ടൗണിലെ വീട്ടിലേ ബാക്കിയുള്ളൂ. നിന്റെ ചേച്ചിക്ക് സ്ത്രീധനം കൊടുക്കാനാ പറമ്പിന്റെ പുറത്ത് കടം വാങ്ങിച്ചത്. ഈ വീട് പണയത്തിലാക്കിയത് നീയും. കാര്യമൊക്കെ ശരിയാ. കടം വാങ്ങിയപ്പോ എങ്ങനെ തിരിച്ചു കൊടുക്കുന്ന ഏട്ടൻ ഓർത്തില്ലേ? ഓർത്തു, ഒക്കെ ഓർത്തു. തേങ്ങാ കച്ചവടം തുടങ്ങിയതും പലചരക്ക് കട തുറന്നതൊക്കെ കടം വീട്ടാന്ന് കരുതി തന്നെയാ. പക്ഷെ പൊളിഞ്ഞുപോയി. ബിസിനസ്സിൽ അത് സാധാരണയാ. നീ ആ തെങ്ങ് കണ്ടോ? എനിക്ക് 8 വയസ്സുള്ളപ്പം അച്ഛൻ ബ്ലോക്ക് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ. ഇപ്പൊ 24 കൊല്ലമായി. അപ്പൊ എനിക്ക് എത്ര വയസ്സാണെന്ന് മനസ്സിലായോ? നിങ്ങളുടെയൊക്കെ കല്യാണവും കഴിഞ്ഞു, കുടുംബമായി. എനിക്കിതുവരെ ഒരു കല്യാണം കഴിക്കാൻ പറ്റിയോ? ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ? ആർക്ക് വേണ്ടിയിട്ടെന്നാ ചോദിച്ചത്? അതൊന്നും എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എങ്കിൽ അവിടെ മിണ്ടായിരുന്നോ? അപ്പൊ വീടും പറമ്പൊക്കെ? വീടും പറമ്പൊക്കെ അങ്ങ് ജപ്തി ചെയ്തുകൊണ്ട് പോകും. വിജയം പോവാൻ തിരക്കൂട്ടുന്നു. നീ വാ.
അകത്തോട്ടിരിക്കെ, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറമ്പിന്റെ കാര്യമാണെങ്കിൽ എന്നോടൊന്നും പറയണ്ട. എന്തിനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കുന്നത്? അമ്മ ഇരിക്കേ. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? ഇതിനൊക്കെ കാരണം എന്റെ പിടിപ്പുകാരാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എല്ലാവർക്കും ഓരോരോ കാലദോഷങ്ങളുണ്ട് മോനെ. ഉജ്ജുമ ഭാവത്തിന്റെ ഫലം എന്ന് കരുതി സമാധാനിക്കന്നെ. മറ്റൊരു പോംവഴി ഇല്ലാത്തോണ്ട് പറയാ. പറമ്പ് ലേലം കഴിഞ്ഞാലുടനെ ഈ വീടിന്റെ കേസും വിധിയാവും. കുഞ്ഞിക്കണ്ണനാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഒരു ചില്ലിക്കാശ് പോലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. നോടി, മുതിർന്ന ഒരു വർത്താനം പറയുമ്പോ വായി നോക്കി വെക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ, അമ്മ സമ്മതിച്ചാല് ഈ 2 കടങ്ങളും തീർത്ത് സമാധാനമായിട്ട് ജീവിക്കാം. ഞാൻ നോക്കിയിട്ട് മറ്റൊരു വഴിയും കാണുന്നില്ലാത്തതുകൊണ്ടാണ്. വരുന്ന പോലെ വരട്ടെ, ടൗണിലെ വീട് നമുക്കങ്ങ് വിൽക്കാം. അത് വേണോ മോനെ? ലേലം കുറച്ചുകൂടി നീട്ടി വെച്ചൂടെ? എന്നിട്ട് 1 മാസത്തെ കൂടെ നീട്ടി വെക്കാം. അത് കഴിഞ്ഞാലോ പിന്നെ ഈ വീടിന്മേലുള്ള കടം. 10-200 രൂപ വാടക കിട്ടുന്നതല്ലേ മോനെ? ഇതൊക്കെ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടാണോ അമ്മേ? തൽക്കാലം നാട്ടിൽ നമ്മുടെ മാനം കാക്കണ്ടേ? അതോ വലുത് വാടകയോ വലുത്? കുഞ്ഞിക്കണ്ണനാരോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ആ വീട് എഴുതി കൊടുത്താ സർവ്വ കടമൊഴിച്ച് 19,000 രൂപ കൈ കിട്ടും. ആ രൂപയ്ക്ക് ഞാൻ ടൗണിൽ നല്ലൊരു ബിസിനസ്സും കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോ നീ എല്ലാം ഉറപ്പിച്ചോ? അമ്മയുടെ സമ്മതം ഇല്ലാതെ ഞാൻ ഇതുവരെ വല്ലതും ചെയ്തിട്ടുണ്ടോ? എന്താ ചെയ്യ? എങ്ങനെയെങ്കിലും ഈ വീടും പറമ്പും രക്ഷിക്കണം. അതാ പറഞ്ഞത്. ഞാൻ നാളെ തന്നെ കുഞ്ഞിക്കണ്ണനാരെ കാണാം. ഞാൻ നാട് വിട്ടൊന്നും പോണില്ലാന്ന് ആ വക്കീലിനോട് പറ. അത്രയ്ക്ക് പട്നിയായി അയാള്. നാളെ തിരുവനന്തപുരത്തൊന്ന് പോണം. പെങ്ങളുടെ ഭർത്താവ് ദുബായിൽ നിന്ന് വരുന്നുണ്ട്. ഓഹോ, മറ്റന്നാ ഉറപ്പായിട്ടും ഞാൻ ആഫീസിലെത്തും. എന്താ പോലെ? അല്ല, ആളിനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് അയച്ചതാ എന്നെ. എന്നെ കാണാണ്ട് അയാൾക്ക് എന്താ ഉറക്കം വരുന്നില്ലേ? കാശ് എന്നെ പ്രശ്നം. തൽക്കാലം താനിത് വെച്ചോ. കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ ശരിക്കും ഒന്ന് കാണുന്നുണ്ട്. എന്താ പോലെ? നമ്മുടെ എതിർകക്ഷിയില്ല വരണത്. ഒക്കെ പറഞ്ഞതുപോലെ സംഭവിക്കോ. അങ്ങനെ നാട്ടുകാരുടെ മുൻപിൽ താൻ ഒരു വഷളനാക്കി, ഒരു നിഷ്ഠൂരനാക്കി. തൃപ്തിയായില്ലേ എനിക്ക്? കുഞ്ഞിക്കണ്ണേട്ടന്റെ ആഗ്രഹം നടന്നല്ലോ. നാട് മുഴുവൻ ചെണ്ട പൊട്ടിച്ചില്ലേ? അത് തന്നെ ഞാനും പറയണത്. തന്നോട് ഞാൻ ക്രൂരത കാട്ടിന്ന എല്ലാവരും പറയണത്. എനിക്ക് തരാനുള്ള പണത്തിനെ പറ്റി പറയുമ്പോ ആർക്കും ഒന്നും മിണ്ടാനില്ല. കാശ് തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മരിക്കുന്നത് വരെ കാശ് തരാൻ ശ്ലോകം ചൊല്ലിക്കൊണ്ട് വല്ല കാര്യമായോ? തനിക്കറിയാലോ, എന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ കാശ് എടുത്താ തനിക്ക് തന്നത്. നാളെ അവൻ ദുബായിൽ നിന്ന് വരിക. കൊടുത്ത കാശിന് എന്തിനും തീരുമാനമായില്ലേ എന്ന് അവൻ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? ഇപ്പൊ പിന്നെ ഒരു ഉറപ്പെങ്കിലും കിട്ടില്ലോ. ടൗണിലുള്ള വീട് മതി. ടൗണിലുള്ള വീടിന്റെ കാര്യം ഇനി താൻ പറയണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗോപാലകൃഷ്ണ, ഒട്ടും വൈകാതെ മറ്റേ കേസും വിധിയാവും. തന്നെയും കുടുംബത്തെയും പെരുവഴിയിൽ ഇറക്കി എന്നുള്ളൊരു ദുഷ്പേരും കൂടി താൻ എനിക്ക് സമ്പാദിച്ചു തരും. അതിന്റെ ഒന്നും ആവശ്യം വരില്ല എന്നേട്ടാ. ടൗണിലുള്ള വീട് കുറെ കാലമായല്ലോ ടൗണിലുള്ള വീടിന്റെ കാര്യം താൻ പറയാൻ തുടങ്ങിയിട്ട്. ഇതുവരെ അമ്മ സമ്മതിക്കഴിഞ്ഞിട്ടല്ലേ? എന്നിട്ട് ഇപ്പൊ സമ്മതിച്ചോ? സമ്മതിപ്പിച്ചു. എനിക്ക് ആരെയും പറ്റിക്കണമെന്ന് ഒരാഗ്രഹമില്ല കണ്ണേട്ടാ. കണ്ണേട്ടൻ എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ വീടിന്റെയും പറമ്പിന്റെയും മേലുള്ള കട ഒഴിച്ച് ബാക്കി കാശിങ് എന്നോ. നീ ഇത് കാര്യമായിട്ട് പറയാണോ? ഇത് പിന്നെ തമാശ പറയാൻ പറ്റിയ വിഷയ. എന്റെ അച്ഛൻ RT ഓഫീസിൽ ക്ലർക്കായിരുന്നപ്പം ചോര നീരാക്കി ഉണ്ടാക്കിയ വീട്. ആ പുണ്യൊന്നും പറയണ്ട. RT ഓഫീസുകാര് ഒരു കാലത്തും ചോര നീരാക്കേണ്ടി വന്നിട്ടില്ല. അല്ലാതെ തന്നെ ഒരു വീട് വിലയ്ക്ക് വാങ്ങാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് അത് കളാ. മരിച്ചുപോയ അച്ഛൻ എന്തിനാ കുറ്റം പറയുന്നത്? അനുഭവിക്കാൻ ഒരു യോഗം വേണം. ഏതായാലും ആദ്യം പറമ്പ് ലേലത്തിനൊരു സ്റ്റേ വാങ്ങണം. അപ്പോ പുതിയൊരു എഗ്രിമെന്റ് ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കാം. പക്ഷെ ഒരു കാര്യം, ആ വീട്ടിൽ നിന്ന് വാടകക്കാരെ ഒഴിപ്പിച്ചതിന് ശേഷം മതി രജിസ്റ്റർ. അത് മതി. ആരപ്പ അവിടെ താമസം? അച്ഛന്റെ പരിചയത്തിലുള്ള പാർട്ടീസാ. ടാങ്ക് കിട്ടണം, പൈപ്പ് മാറ്റണം, വെള്ള പൂശണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കത്തെഴുതാറുണ്ട്. അതുകൊണ്ട് ഞാനങ്ങോട്ട് പോകാറില്ല. പക്ഷെ മര്യാദക്കാരാ. വാടക കൃത്യമായിട്ട് അയച്ചു തരുന്നുണ്ട്. അവിടെ ചെന്ന് അവരോട് ഒഴിയാൻ പറ. അത് ഞാൻ ഏറ്റു. ലേലത്തിന് സ്റ്റേ 1 മാസത്തേക്ക് കിട്ടും. അതിനുള്ളിൽ ആളൊഴിപ്പിച്ച് രജിസ്റ്റർ ചെയ്ത് തന്നാൽ ഇവിടുത്തെ വസ്തുക്കളിന്മേലുള്ള കടം ഒഴിഞ്ഞു തരുന്നതായി ഒരു എഗ്രിമെന്റ് എഴുതിച്ചോളൂ. ഇനി സാക്ഷികള് ഇവിടെ പേരെഴുതി ഒപ്പിട്ടോളൂ. ഓ, പേരേതാ അറിയില്ല അല്ലേ? ഇവിടെ വരൂ.
അപ്പോ ഗോപാലകൃഷ്ണ പണിക്കരെ ഈ മാസം 31-ാം തീയതിക്കകം അവിടുത്തെ താമസക്കാരെ ഒഴിപ്പിച്ചിരിക്കണം. ഞാൻ കത്തെഴുതി കഴിഞ്ഞു. സിറ്റിയിൽ വേറെ വീട് കിട്ടുമല്ലോ. കത്ത് കിട്ടിയാൽ ഉടൻ അവര് മാറും. ചെന്ന് താക്കോല് വാങ്ങിയാൽ മാത്രം മതിയോ?